കേരളത്തിലെ കോൺഗ്രസ് നേതൃമാറ്റം ഭരണം തിരിച്ചുപിടിക്കുമോ കണ്ടറിയണമെന്ന് ജനങ്ങൾ. കോൺഗ്രസിലെ നേതൃമാറ്റം കൊണ്ട് രക്ഷപ്പെടുമോ എന്ന് കണ്ടറിയണമെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. ഭരണം തിരിച്ചുപിടിക്കുമോ എന്നതിന് പഴയ കാലത്തെ പോലെ ഉറച്ചു പറയാൻ തയ്യാറാവുന്നില്ല ആരും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. UDF-ന് ഭരണം തിരിച്ചുപിടിക്കുന്നതിന് അനവധി വിഷയങ്ങൾ തടസ്സമായി നിൽക്കുന്നതായി നേതാക്കളും പ്രവർത്തകരും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന് പോലും ആത്മവിശ്വാസമില്ല എന്നതാണ് വാസ്തവം. അത് ഭയന്നാണ് നേതൃമാറ്റത്തിന് തയ്യാറായത് എന്ന് വേണം കരുതാൻ. UDF-നോട് ജനങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന് പ്രധാന കാരണം നേതാക്കളുടെ ഉൾപ്പോരും പടലപ്പിണക്കവും അച്ചടക്കമില്ലാത്ത നിലപാടുകളും. വാളെടുക്കുന്ന നേതാക്കൾ എല്ലാവരും വെളിച്ചപ്പാടാ ചമയുന്നു. കൂട്ടായ പ്രവർത്തനവും ഒറ്റക്കെട്ടായുള്ള കെട്ടുറപ്പും തുടങ്ങിയ പല വിഷയങ്ങളിൽ ജനങ്ങൾ അതൃപ്തരാണ്. അധികാരമോഹങ്ങളും മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളും പാർട്ടിക്ക് വളരെ ദോഷം ചെയ്തു വരുന്നു. ശശി തരൂരിൻ്റെ നിരുത്തരവാദപരമായ നെറുകെട്ട നിലപാടിനോട് ആരും യോജിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ അരിശത്തിലാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നാണ് തിരുവനന്തപുരത്തുള്ള വോട്ടർമാർ അടക്കം പറയുന്നത്. ശശി തരൂരിനെ കടിഞ്ഞാണിടാൻ ഹൈക്കമാൻഡ് തയ്യാറാവണമെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. മാത്രമല്ല ലീഗ് അടക്കം UDF-ന്റെ ഘടകകക്ഷി നേതാക്കളും ശശി തരൂരിന്റെ അവസരവാദ നിലപാടിനോട് വിയോജിപ്പാണ് ഉള്ളത്. ഇടതുപക്ഷ ഭരണവികാരം മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളിയെ പോലുള്ളവർ കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിച്ചാലും 10 വോട്ട് പോയാലും എന്ന പേടി കൊണ്ട് തിരിച്ച് പ്രതികരിക്കാൻ ഭയപ്പെടുന്നതായും പരക്കെ ആരോപണങ്ങളുണ്ട്. നേതാക്കൾ തമ്മിലുള്ള ഭിന്നിപ്പും വിഴുപ്പലക്കലും പാർട്ടിയെ കെട്ടുറപ്പിനെ തകർക്കുന്നതായും ജനങ്ങൾ പരാതിപ്പെടുന്നു. കാലാകാലമായി കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും നിഷ്പക്ഷരായവരും കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുന്നു. അതിന് കാരണം പറയുന്നത് കോൺഗ്രസിൽ ഐക്യമില്ല, ഭരണം കിട്ടിയാലും 5 കൊല്ലം ഭരിക്കുമെന്ന് ഉറപ്പുമില്ല എന്നും ജനങ്ങൾ സംശയിക്കുന്നു. കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, കേന്ദ്രത്തിൽ കോൺഗ്രസ് മുന്നണി ഭരണത്തിൽ വരുമെന്ന ആഗ്രഹവും തീരെ ഇല്ലാതായി എന്നും അഭിപ്രായങ്ങൾ വരുന്നു. കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തരായ ഫേസ് വാല്യുള്ള നേതാക്കൾ ഇല്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രവർത്തകരും വിലയിരുത്തുന്നതും വിശ്വസിക്കുന്നതും. വഖഫ് പാർലമെന്റ് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് ദിവസം തോറും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കണ്ട് ജനങ്ങൾ പകച്ചു നിൽക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ദിവസം തോറും വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ കണ്ട് ജനങ്ങൾ പകച്ചു നിൽക്കുകയാണ്. മകൻ അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, അമ്മ സ്വന്തം കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്നു, അച്ഛൻ്റെ ഇളയ സഹോദരൻ പിഞ്ചു കുഞ്ഞിനെ നിരന്തരമായി പീഡിപ്പിച്ചു വരുന്നു, ജീവൻ രക്ഷയ്ക്കായി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയാൽ ICU-വിൽ വെച്ച് രോഗിയെ പീഡിപ്പിക്കുന്നു, കോവിഡ് രോഗിയെ പോലും വെറുതെ വിടുന്നില്ല, ചികിത്സിക്കുന്ന ഡോക്ടറെ വകവരുത്തുന്നതടക്കം വിവിധ തരത്തിൽ അനവധി കേസുകളാണ് നടക്കുന്നത്. ആളുകളെ വകവരുത്തുന്നത് നിസ്സാര സംഭവമായി മാറിക്കഴിഞ്ഞു. UP-യെ പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ മുൻപെല്ലാം നടക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഭരണകർത്താക്കൾ രക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ ചൂണ്ടിക്കാട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലവും ലഹരി കേസുകളും മറ്റുമായി കേരളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് പെരുകുന്നത്. ആക്രമണങ്ങൾക്കെതിരെ ഒരു കർശന നടപടിയും ഉണ്ടാവുന്നില്ല എന്ന ആരോപണങ്ങൾ വ്യാപകമാണ്. ജനങ്ങൾ ദിവസം തോറും ഭയന്നാണ് ജീവിക്കുന്നത്. സ്മാർട്ട് റോഡുകൾ തകരുന്നത് മലേഷ്യൻ കമ്പനിയുടെ ശാപമാണെന്ന് ജനങ്ങൾ പറയുന്നു. കേരളത്തിൽ നടക്കുന്ന സ്മാർട്ട് റോഡ് വിവാദം ശക്തമാകുമ്പോഴും പാലക്കാട്ടെയും തൃശ്ശൂരിലെയും പൊതുജനങ്ങൾ പറയുന്നത് സർക്കാർ മലേഷ്യൻ കമ്പനിയായ RBM റോഡ് ബിൽഡേഴ്സിനെ ദ്രോഹിച്ചതിൻ്റെ ശാപമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. 2006 പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളി റോഡ്, തൃശ്ശൂരിലെ ചൂണ്ടൽ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി 19 കൊല്ലം കഴിഞ്ഞിട്ടും
റോഡുകൾക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. കോയമ്പത്തൂർ LNT റോഡ് പോലും പലതവണ അറ്റകുറ്റപ്പണികൾ ചെയ്തു വരുന്നതായും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും നല്ല റോഡുകൾ പണിത അന്താരാഷ്ട്ര നിലവാരമുള്ള മലേഷ്യൻ കമ്പനിയെ ദ്രോഹിച്ച സംഭവങ്ങളാണ് ജനങ്ങൾ ഓർക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിന് വലിയ വിവാദമായതാണ്. അവകാശികൾ ആരാണെന്നാണ് തർക്കം. മന്ത്രിമാരുടെ പങ്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ചെലവിൻ്റെ കണക്കും വിഷയമാകുന്നു. കേന്ദ്ര സംസ്ഥാനവും 32% വീതം, തദ്ദേശ വകുപ്പിൻ്റെ 8% പങ്കും എല്ലാമാണ് തർക്കം. ഇതിനായി ചെലവ് ചെയ്യുന്ന എല്ലാ പണത്തിൻ്റെയും യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെന്ന വീരവാദമാണ് നടക്കുന്നത്. എന്നാൽ എല്ലാ റോഡുകളുടെയും അവകാശികൾ ജനങ്ങളാണ് എന്നുള്ള സത്യം ഇവർ മറക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഖജനാവ് നിറയ്ക്കുന്ന ജനങ്ങളുടെ നികുതി പണമാണ്. അവരാണ് അവകാശികളെന്നാണ് ജനങ്ങൾ വാദിക്കുന്നത്. വേടനെതിരെ NIAയ്ക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകി. വേടനെതിരെ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ പരാതി നൽകി. മോദിയെ വേടൻ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് പരാതി. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വെള്ളവും കാശ്മീരും തീവ്രവാദ വ്യാപാരവും അടക്കം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം അയൽക്കാർ സമ്മർദ്ദപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നയിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാക് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സൗദി ഗസറ്റാണ് വാർത്ത പുറത്തുവിട്ടത്. അതേസമയം ഇനി പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സൈനിക കേന്ദ്രം സന്ദർശിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്.